കൊച്ചിക്കുന്ന ദന്തൽ ക്ലിനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പണ്ട് പല പ്രാവശ്യം പറഞ്ഞേക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. കുട്ടികളിൽ ഏത് പ്രായത്തിൽ പേസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങണം, ഏത് തരം പേസ്റ്റ് യൂസ് ചെയ്യണം. അപ്പോൾ പലരുടെ ഇപ്പോഴത്തെ കൺസേൺ നമ്മൾ കുൽക്കുഴിഞ്ഞ് തുപ്പിക്കഴിഞ്ഞാൽ മാത്രമേ തുപ്പി തുടങ്ങിയാൽ മാത്രമേ പേസ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങാവുള്ളൂ. അപ്പോൾ അത് ഒരു 2 വയസ്സ് 2.5 വയസ്സ് 3 വയസ്സൊക്കെ ആവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി നമുക്ക് ഓരോ 1.5 വയസ്സ് കഴിയുമ്പോൾ മുതൽ നമ്മൾ ശീലിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രായത്തിൽ തന്നെ പേസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് എഡിബിൾ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയാലും വലിയ പ്രോബ്ലം ഉണ്ടാക്കാത്ത പേസ്റ്റുകളാണ്. അതപ്പോൾ നമുക്ക് ആദ്യത്തെ പല്ല് വന്നു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, പഞ്ഞി നനച്ച് തുടച്ച് ശീലിക്കുക. അത് 6 മാസം മുതൽ ഒരു 8 മാസം 9 മാസം ആകുമ്പോഴത്തേക്ക് ആദ്യത്തെ പാൽപ്പല്ലുകൾ വന്നു തുടങ്ങും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 1 വയസ്സൊക്കെ ആവാറാവുമ്പോഴത്തേക്കും നമുക്ക് ഫിംഗർ ബ്രഷ് യൂസ് ചെയ്ത് തുടങ്ങാം. ഈ ഫിംഗർ ബ്രഷ് യൂസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ എഡിബിൾ ടൂത്ത് പേസ്റ്റുകൾ ഇപ്പൊ മാർക്കറ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. എത്താസ്പെയർ പോലുള്ള പല പേസ്റ്റുകളും ഉണ്ട്. നിങ്ങൾക്ക് എഡിബിൾ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വല്പം എടുത്താൽ മതി. വളരെ കുറച്ച്, ലൈക്ക് ഒരു ചെറുപയറിന്റെ അത്രയും എടുക്കുക, അത് ബ്രഷ് ചെയ്യുക. അപ്പൊ ഇറങ്ങിപ്പോയെന്ന് വെച്ച് ഒട്ടും പേടിക്കേണ്ട, അത് ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്ന സംഗതിയല്ല. അത് കൂടുതൽ പല്ലുകൾ ക്ലീൻ ആക്കാനായിട്ടും ആ സമയത്ത് 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെ കേടാവുന്ന ചാൻസ് കൂടുതലുള്ള അവസ്ഥ നമുക്ക് ഒഴിവാക്കിയെടുക്കാനും സാധിക്കും. രണ്ടാമത്തെ ഒരു സംഗതി, നമ്മൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പല്ലുകൾ കേടാവാൻ വീണ്ടും ചാൻസ് ഉണ്ടെങ്കിൽ 1000 ppm ഫ്ലൂറൈഡ് കണ്ടന്റ് ആയിട്ടുള്ള, നോർമലി നമ്മൾ 500-300% ആണ് ഉള്ളത്, അത് 1000 ആയിട്ടുള്ള ഹൈ പെർസെൻറ്റേജ് ഉള്ള സൈലിറ്റോൾ കൂടുതലുള്ള പേസ്റ്റുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് അത് കോമൺലി അവൈലബിൾ ആണ്. അപ്പൊ അത് നിങ്ങളുടെ ഡോക്ടേഴ്സിനെ എപ്പോഴും കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചോദിക്കാൻ വേണമെങ്കിൽ, അവർ പ്രിസ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അവരോട് ചോദിക്കുക ഏത് പേസ്റ്റ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ എന്നുള്ളത്. അപ്പൊ റെഗുലർ വിസിറ്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. കാരണം എവറി 3 months അല്ലെങ്കിൽ 4th month എങ്കിലും, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് ഒരു ക്രിസ്മസ് വെക്കേഷൻ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസ്റ്ററിന്റെ വെക്കേഷൻ, അത് കഴിഞ്ഞ് ഓണത്തിന്റെ വെക്കേഷൻ, അപ്പൊ റഫ്ലി ഒരു 4 months ഗ്യാപ്പ് കിട്ടും. ഈ സമയത്ത് റെഗുലർ ചെക്കപ്പ് നടത്തുകയാണെങ്കിൽ ഒരു പല്ല് കേടാവാതെ കൊണ്ടു നടക്കാൻ സാധിക്കും. അപ്പൊ പേസ്റ്റുകൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആന്റി കേരീസ് പ്രോപ്പർട്ടീസ് ഉള്ള പല പേസ്റ്റുകളും ഫ്രീലി പിള്ളേർക്കുള്ള പേസ്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ളത് നോക്കി ചെയ്യും. ബ്രഷുകൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സോഫ്റ്റ് ബ്രഷുകൾ ചെയ്യുക. നിർബന്ധമായിട്ടും നിങ്ങൾ രാത്രിയിൽ 10 വയസ്സ് വരെ തേപ്പിച്ചു കൊടുക്കണം. രാവിലെ നിങ്ങൾക്ക് 4 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ തേപ്പിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നിങ്ങൾ ഒരിക്കലും ഫോഴ്സ് ചെയ്ത്, പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള ചോദ്യം, ഞങ്ങൾ നിർബന്ധിച്ച് പല്ല് തേപ്പിക്കുക, അവർക്ക് രാത്രി പല്ല് തേക്കാനായിട്ട് മടിയാണ്. അപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ എടുക്കും എന്നൊക്കെ പലരും പറയാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, നിങ്ങളൊരു 5 മിനിറ്റ് സ്പെയർ ചെയ്യുക. നിങ്ങൾ വൈകിട്ട് ഒരു 7 മണിയാകുമ്പോഴത്തേക്കും ബ്രഷും പേസ്റ്റുമായിട്ട് ആരൊക്കെ വീട്ടിലുണ്ടോ 1-2 പേര് ആ കുഞ്ഞാവയുടെ മുമ്പിൽ അല്ലെ കുഞ്ഞു കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ പയ്യെ ബ്രഷ് ചെയ്തൊന്ന് നോക്കുക. അവരുടെ കയ്യിൽ ഒരു കുഞ്ഞു ബ്രഷും കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്ന നോക്കി അവർ ചെയ്യാൻ തുടങ്ങിക്കോളും. ഒരു കമ്പൽഷനും ഇല്ലാതെ, നിങ്ങൾ ഫോഴ്സ് ചെയ്യാതെ അന്നേരം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. വിത്തിൻ എ വീക്ക് അവര് ആ സമയത്ത് ബ്രഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും നിർബന്ധിച്ച് പല്ല് തേപ്പിക്കാൻ പോയാൽ നിങ്ങൾക്ക് മര്യാദയ്ക്ക് പല്ല് തേപ്പിക്കാനും പറ്റത്തില്ല. അവരതിനോടുള്ള നെഗറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് അവരിൽ ഉണ്ടാവുകയും ചെയ്യും. അതുണ്ടാവാതെ നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.